തപസ്സുകാലം ഒന്നാം ഞായറിലേക്ക് വചനയാത്രക്കാരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ വിചിന്തനത്തിന് യേശു നേരിട്ട പ്രലോഭനങ്ങളെന്നും യേശു നൽകുന്ന 3 പ്രലോഭനങ്ങളെന്നും നമുക്ക് തലക്കെട്ട് നൽകാം. ആമുഖം. പിശാച് യേശുവിന് നൽകിയ പ്രലോഭനങ്ങളെ 6 തലക്കെട്ടുകളിൽ ക്രമീകരിക്കുന്നു. ഒന്നാം ഭാഗത്ത്. രണ്ടാം ഭാഗം വ്യക്തമാക്കുന്നത് യേശു ഇന്നിൻ്റെ ലോകത്തിന് നൽകുന്ന 3 പ്രലോഭനങ്ങളെയാണ്. 1. പിശാച് യേശുവിന് നൽകിയ പ്രലോഭനങ്ങൾ. 1:1 പ്രലോഭനം. പദോൽപ്പത്തി. നാസ എന്ന ഹീബ്രു പദവും പെയ്റാസോ എന്ന ഗ്രീക്ക് പദവുമാണ് പ്രലോഭനത്തെ സൂചിപ്പിക്കാൻ വേദപുസ്തകത്തിൽ ഉപയോഗിക്കുന്നത്. പരീക്ഷിക്കുക, പരിശോധിക്കുക എന്നാണ് ഹീബ്രു വാക്കായ നാസയുടെ അർത്ഥം. പരീക്ഷിക്കുക, പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുക എന്നാണ് ഗ്രീക്ക് വാക്കായ പെയ്റാസോ എന്ന വാക്കിൻ്റെ അർത്ഥം. 1:2 പ്രലോഭനം എന്ത്? പ്രലോഭനങ്ങളിലൂടെ ഒരാളുടെ മനോഭാവങ്ങളെ പരിശോധിക്കുന്നു. ദൈവത്തിനു വേണ്ടി ജോലി ചെയ്യുക എന്നാൽ പ്രലോഭനങ്ങളെ നേരിടുക എന്നാണ് അർത്ഥം. പ്രഭാഷകൻ 2:1. പരീക്ഷണങ്ങളിലാണ് ഒരുവൻ തൻ്റെ വിശ്വാസം വ്യക്തമാക്കുന്നതെന്നാണ് യഹൂദരുടെ വിശ്വാസം. 1:3 പ്രലോഭനം മരുഭൂമിയിൽ. മരുഭൂമിയിലുള്ള വാസം അത്ര സുഖകരമല്ല. അവിടെ പരീക്ഷണങ്ങളും വേദനകളും ഏറെ ഉണ്ടാകും. മരുഭൂമി വാസത്തിൽ ശുദ്ധീകരിക്കപ്പെടലും ശക്തിപ്പെടുത്തലുമുണ്ട്. ദൈവത്തെ കണ്ടുമുട്ടാനും അനുഭവിക്കാനുമുള്ള വേദിയാണ് മരുഭൂമി. ദൈവത്തിലേക്ക് നയിക്കുന്ന വഴിയാണ് മരുഭൂമിയിലേക്കുള്ള വഴി. മരുഭൂമിയിൽ ദൈവം ഹൃദ്യമായി സംസാരിക്കും. ഫ്രാൻസിസ് പാപ്പ. 1:4 പ്രലോഭനം യേശുവിന്. നീതിയും കാരുണ്യവും വിശ്വസ്തതയും നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന ദൈവരാജ്യം ഈ ഭൂമിയിൽ വരുവാൻ യേശു നിലപാടുകളെടുക്കുമ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന എതിർപ്പും അവഗണനയും കാരണം യേശു സഹനത്തിൻ്റെ വഴിയെ പോകാതെ കുറുക്കു വഴിയിലൂടെ കാര്യം നേടുക. അതാണ് യേശു നേരിട്ട പ്രലോഭനം. 1:5 പ്രലോഭനം കല്ലുകളെ അപ്പമാക്കുക, താഴേക്ക് ചാടുക. അപ്പം വർദ്ധിപ്പിക്കാനും ദൈവാലയ ഗോപുരത്തിൽ നിന്ന് ചാടാനും പറയുന്നത് മനുഷ്യർക്ക് അപ്പം മാത്രം പോരാ, ഒപ്പം ഉത്തേജക മരുന്നും വേണം എന്നതാണ്. മനുഷ്യരെ ഇക്കിളിപ്പെടുത്തണം, ഇളക്കി മറിക്കണം. അപ്പവും ചാട്ടവുമാകുമ്പോൾ മനുഷ്യരിൽ നിന്ന് ദൈവഭയവും മതചിന്തയും ഇല്ലാതാകുമെന്ന് സാത്താൻ കരുതുന്നു. ദൈവമില്ലാത്ത യേശുവിനെ അവതരിപ്പിക്കാൻ സാത്താൻ യേശുവിനോട് ആവശ്യപ്പെടുന്നു. യേശുവിൻ്റെ മറുപടി, നിൻ്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്. നിയമാവർത്തനം 6:16. ഇതാണ് പ്രലോഭനത്തിൻ്റെ കേന്ദ്രമെന്ന് യേശു വെളിപ്പെടുത്തുന്നു. മരുഭൂമിയിലൂടെ നടന്ന ജനം ദാഹിച്ചു വലഞ്ഞപ്പോൾ മോശയ്ക്കും ദൈവത്തിനുമെതിരെ കലാപക്കൊടി ഉയർത്തി. ദൈവം അവരുടെ ഇടയിലുണ്ടോ? ഉണ്ടെങ്കിൽ തെളിയിക്കട്ടെ എന്നവർ ആവശ്യപ്പെട്ടു. പുറപ്പാട് 17:7. ദൈവത്തെക്കാൾ ഉപരി മനുഷ്യൻ തന്നെ ദൈവമായി പ്രതിഷ്ഠിക്കുന്നു. മനുഷ്യൻ ധാർഷ്ട്യം കാണിക്കുന്നു. അഹങ്കാരിയായ മനുഷ്യനോട് യേശുവിൻ്റെ ഉത്തരം ഇതാണ്. യേശു മരണത്തിൻ്റെ മുഖത്തേക്ക് പാട്ടും പാടിപ്പോയി. സഹനത്തിൻ്റെ നീർക്കയത്തിൽ അവൻ നീന്തിത്തുടിച്ചു. മത്തായി 26:30. അവൻ പിതാവിൻ്റെ സുരക്ഷിത വലയത്തിലേക്ക്, അതായത് സഹനത്തിലേക്കും സഹനത്തിലൂടെയും സഹനത്തിലും ഒഴുകിയിറങ്ങി. ഫിലിപ്പിയർ 2:6-7 വരെ.
മരണം വരെ, അതേ നാണം കെട്ട കുരിശുമരണം വരെ അവൻ അനുസരണമുള്ളവനായിരുന്നു. അവൻ്റെ പീഡകളിലൂടെ അവൻ അനുസരണം അഭ്യസിക്കുകയായിരുന്നു. ഹെബ്രായർ 5:8. സഹനത്തിലൂടെ നീന്തി തുടിക്കുമ്പോഴും ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോയാൽ അവൻ നമ്മെ കൈവിടില്ലെന്ന് 91-ാം സങ്കീർത്തനം യേശു ഓർത്തെടുത്തു. നമ്മെയും അവിടുന്ന് അത് ഓർമ്മിപ്പിക്കുന്നു. 1:6. പ്രലോഭനം സൗഭാഗ്യങ്ങൾക്കായി ആരാധിക്കുക. എല്ലാം എൻ്റേതാണ്, ഞാൻ ഇവ നിനക്ക് തരാം, എന്നെ ആരാധിച്ചാൽ മാത്രം മതി. ആത്മാവിനും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. യോഹന്നാൻ 4:23-24. ആരാധിക്കേണ്ടത് ദൈവത്തെയാണ്, മനുഷ്യരെയല്ല. മനുഷ്യർ ആരാധനയുടെ ആൾരൂപങ്ങളായി വളരാൻ പാടില്ല. ലോകത്തിൻ്റെ വളർച്ചയിൽ ലോകത്തിൻ്റെ ഉടയവനായ ദൈവത്തെ മറന്നുപോകാനുള്ള പ്രലോഭനങ്ങളാണ് ആധുനിക ലോകം വച്ചു നീട്ടുന്നത്. ഇന്നത്തെ വിചിന്തനത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം. യേശു ലോകത്തിന് നൽകുന്ന പ്രലോഭനങ്ങൾ. 2:1. അണുവായുധങ്ങളെ അപ്പമാക്കുക. അന്നം ദൈവമാണ്, അന്നത്തിലൂടെ ദൈവം വരുന്നു. അന്നമില്ലാത്തവരെ കാണുമ്പോൾ ദൈവം അനുകമ്പയുള്ളവനാകുന്നു. മത്തായി 14:14-15-32. അന്നം ഒരു സമൂഹത്തിന് നൽകുന്നവനാണ് ദൈവം. അതിനുവേണ്ടിയാണ് യേശു പ്രാർത്ഥിച്ചതും പ്രവർത്തിച്ചതും. ലൂക്കാ 11:3. അന്നവും വസ്ത്രവും പങ്കുവയ്ക്കലാണ് ജ്ഞാനസ്നാനത്തിലെ ഉത്തരവാദിത്വങ്ങളിലൊന്ന്. ലൂക്കാ 3:10-11 വരെ. അത് ജീവിക്കുമ്പോഴാണ് സ്വർഗീയ ഭവനത്തിൽ ഇടം ലഭ്യമാകുന്നത്. മത്തായി 25:35-40 വരെ. ദൈവഭവനത്തിൽ അപ്പമുണ്ടാകുമ്പോഴാണ് ദൈവം സ്വർഗം തുറന്ന് ലോകത്തെ അനുഗ്രഹിക്കുന്നത്. മലാക്കി 3:10. അപ്പൻ്റെ ദൈവത്തിൻ്റെ ഭവനത്തിൽ എല്ലാവരും സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു. ലൂക്കാ 15:17. ആയുധങ്ങളും അണുവായുധങ്ങളും അപ്പമായി, ആരോഗ്യമായി, അറിവായി, ആലയമായി മാറ്റാനുള്ള പ്രലോഭനമാണ് യേശു ഇന്നത്തെ ആധുനിക ലോകത്തിന് മുന്നിൽ വയ്ക്കുന്നത്. 2:2. ലോകം മുഴുവൻ നേടാൻ നീ നിന്നെ തന്നെ ശുശ്രൂഷയാക്കുക. ഭൂമിയും അതിലുള്ള സർവ്വവും ദൈവത്തിൻ്റെതാണ്. അത് ആവശ്യാനുസരണം ഉപയോഗിക്കുവാനും കാത്തുപാലിക്കാനുമാണ് മനുഷ്യനെ ഫലമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അത് വിശ്വസ്തയോടെ നിറവേറ്റണം. ആവശ്യത്തിൽ നിന്ന് മാറി ആർഭാടത്തിലേക്ക് മാറുമ്പോഴാണ് വെട്ടിപ്പിടിക്കലും കൊള്ളയടിക്കലും സംഭവിക്കുക. യേശുവിനെപ്പോലെ ശുശ്രൂഷയിലൂടെ അനേകർക്ക് വേണ്ടി സ്വജീവിതം മോചനദ്രവ്യമായി നൽകുമ്പോഴാണ് മരണാനന്തരം അധികാരവും മഹത്വവും ലഭ്യമാവുക. മർക്കോസ് 10:45. അന്യായമായി നേടുന്നതിൻ്റെ നേർക്കാഴ്ചയായി ഇന്ന് ലോകം കണ്ടുകൊണ്ടിരിക്കുന്ന 3-ാം ലോക മഹായുദ്ധങ്ങളെ നമ്മൾ കാണേണ്ടിയുണ്ട്. സ്വന്തം സുഖസൗകര്യങ്ങളും പേരും പെരുമയും നിലനിർത്തുന്നതും ജനങ്ങളെ അശാന്തരാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതും യുദ്ധം ചെയ്യുന്നതും സമാധാനം കൊണ്ടുവരികയില്ല. അത് മറ്റൊരു യുദ്ധത്തിന് വഴി തുറക്കുകയുള്ളൂ. വാളെടുത്തവൻ വാളാൽ, നേടേണ്ടത് വെട്ടിപ്പിടിച്ചല്ല, ശുശ്രൂഷിച്ചാണ് അത് നേടേണ്ടത്. ഈ പ്രലോഭനമാണ് ആധുനിക ലോകത്തിന് മുമ്പിൽ യേശു രണ്ടാമതായി വയ്ക്കുന്നത്. 2:3. ക്ഷണിക വിസ്മയങ്ങളിൽ നിന്ന് നിലനിൽക്കുന്ന ദൈവികതയിലേക്ക് വളരുക. ദൈവത്തെ ഉപേക്ഷിച്ച് ദൈവിക നാമത്തിലുള്ള വളർച്ച കാപട്യമാണ്. ദൈവത്തിൽ വസിക്കുക, ദൈവത്തെ കൂടാതെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കി ദൈവത്തോടൊപ്പമായിരുന്നാൽ എല്ലാം സാധ്യമായി തീരും എന്നറിയുക. യോഹന്നാൻ 15:1-5 വരെ. ദൈവത്തെ ഉപേക്ഷിച്ചുള്ള വളർച്ചയിൽ നിന്ന് പിന്തിരിയാനുള്ള പ്രലോഭനമാണ് യേശു വച്ചു നീട്ടുന്നത്. ഉപസംഹാരം. നമ്മുടെ സമീപനം. പ്രലോഭനങ്ങളിൽ നമ്മുടെ വിശ്വാസം ഉണരണം. ആയതിലേക്ക് ഒത്തുതീർപ്പുകളില്ലാതെ സഹന വഴിയെ യേശുവിനെപ്പോലെ മുന്നേറി
ദൈവരാജ്യം വിരിയിക്കണം. ലൂക്ക 4:1-13 വരെ. ദൗത്യങ്ങളിൽ നിന്ന് പിന്തിരിയരുത്. കൈനിക്കര കുമാരപിള്ളയുടെ ചിന്തയിൽ കുറുക്കു വഴികൾ അപകടബഹുലങ്ങളാണ്. കണ്ണുനീരും വിയർപ്പും രക്തവും കൂടാതെ നേടുന്നതൊന്നും നിലനിൽക്കില്ല. അത് ആസ്വദിക്കാൻ ആർക്കും കഴിയുകയുമില്ല. സ്നേഹവും സഹനവുമാണ് ദൈവരാജ്യത്തെ ഈ ഭൂമിയിൽ വിരിയിച്ചെടുക്കുന്നത്. അവയില്ലാതെ വിരിയിക്കപ്പെടുന്നതെല്ലാം സ്വാർത്ഥതയുടെ കൂടുകളുടെ രാജ്യമാണ്. അത് ഒരു രാത്രി കൊണ്ട് അപ്രത്യക്ഷമാകും. അക്കാരണത്താൽ ജ്ഞാനസ്നാനത്തിലൂടെ ലഭിച്ച ദൈവപുത്ര സ്ഥാനം നഷ്ടപ്പെടുത്താതെ നാം ഓരോരുത്തരും ജീവിക്കണം. ഭാഗ്യസ്മരണാർഹനായ ബെനഡിക്റ്റ് 16 പാപ്പയുടെ വചനത്തോടെ അവസാനിപ്പിക്കാം. പാപ്പ പറയുന്നത്, പ്രലോഭനത്തിൻ്റെ നിമിഷങ്ങൾ അപകടകരവും അതേസമയം അവസരവുമാണ്. പാപ്പ തുടരുന്നു, നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് സുഖത്തിനല്ല, മഹത്വത്തിനാണ്. മഹത്വത്തിൻ്റെ വഴിയെ ചരിക്കുവാൻ പ്രലോഭനങ്ങൾ നമ്മെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവ്വം ഫാദർ നിക്കോളാസ് ടി.